ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ചോദ്യമായല്ലോ. ജെഇ 2024 ജെഇ മെയിൻസ് 2024 ചോദിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ദ ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഫോർത്ത് ഓർബിറ്റ് ഈസ് ഡാഷ് പൈ A0 വെയർ A0 ഈസ് ബോർ റേഡിയസ്. ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ബോർ അറ്റോമിക് മോഡലും ഡി ബ്രോഗ്ലി വേവ് ലെങ്തും കൂടി കോറിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ സർക്കംഫറൻസ് ഓഫ് ദി ബോർ ഓർബിറ്റ് ദാറ്റ് ഈസ് 2πr ഈസ് ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. So 2πr is the circumference of the orbit and lambda is the d Broglie wavelength. So this circumference is the integral multiple of d Broglie wavelength. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ലാംഡയുടെ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. ലാംഡ ഇസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ n. അപ്പോൾ എന്താണ് ഈ r? എന്താണ്? റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്. സോ ബോർ മോഡലിൽ ഫോർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എന്ത് ഓർബിറ്റ് റേഡിയസ് നമ്മൾ എങ്ങനെയാണ് കാണുക? Rn ഇസ് ഈക്വൽ ടു A0n². ഹിയർ n ഈസ് ദി ഓർബിറ്റ് നമ്പർ. ക്വസ്റ്റ്യനിൽ നമുക്ക് വ്യക്തമായി ഏത് ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുക എന്ന് പറയുന്നു, ഫോർത്ത് ഓർബിറ്റ്. സോ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ഫോർത്ത് ഓർബിറ്റ്? R4 ഇസ് ഈക്വൽ ടു A04². നമുക്ക് ഈ റേഡിയസിൻ്റെ വാല്യൂ നമ്മുടെ ലാംഡ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π A04² divided by 4, that lambda is equal to 8π A0. So what is our answer? 8. നോക്കിക്കേ, നമ്മൾ എത്ര എളുപ്പത്തിലാണ് ഈ ആൻസറിലേക്ക് എത്തിയത്. നമ്മൾ അറിയേണ്ട കോൺസെപ്റ്റ് 2πr is equal to n lambda. അപ്പോൾ ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായി നമുക്ക് നമ്മുടെ ചാനലിലൂടെ വീണ്ടും കാണാം. ബൈ.